എൻ്റെ കിച്ചൺ ഒരു എസ്തറ്റിക് കിച്ചണൊന്നുമല്ല, പക്ഷേ ഉള്ള സാധനങ്ങൾ മര്യാദക്ക് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും നോക്കലുണ്ട്. ഇന്ന് രാവിലെ എനിക്ക് ചായ കമ്പനി തരാൻ എൻ്റെ സിസ്റ്റർ ഉണ്ട്. ഓളാണ് കേട്ടോ ഞാൻ എപ്പോൾ റെൻറ്റിന് മാറുന്ന സമയത്തും എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഓടിയെത്തുന്ന ആൾ. എനിക്കൊന്നല്ല 3 സിസ്റ്റർമാരുണ്ട്. ഞങ്ങൾ മൊത്തം 4 പെൺകുട്ടികളാണ്. ഈ 4 ആളിൽ ഏറ്റവും ചെറിയ ആളാണ് ഞാൻ. സത്യം പറഞ്ഞാൽ എനിക്ക് 4 ഉമ്മമാരുണ്ട് എന്ന് പറയണായിരിക്കും ശരി. വീട് മാറുമ്പോൾ സഹായിക്കാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ ലൈഫിൽ ഞാൻ ബുദ്ധിമുട്ടിയ എല്ലാ സാഹചര്യങ്ങളിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ സിസ്റ്റേഴ്സാണ്. ഉമ്മയും വാപ്പയും നിൽക്കുന്നതിനേക്കാട്ടിലും ഇരട്ടിയായിട്ട് എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ഈ ചായ കമ്പനിക്ക് വന്ന ആളാണ് എനിക്ക് രാവിലെ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൂടെ നിൽക്കുന്നത്. ഞാനിപ്പോൾ താമസിക്കുന്ന ഫ്ലാറ്റ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് ഓന്ന് വിളിച്ചാൽ അവിടുന്ന് ഏന്ന് വിളിയേക്കും. എൻ്റെയും എൻ്റെ നേരെ മുകളിലുള്ള സിസ്റ്ററിൻ്റെയും, അതായത് ഇപ്പോൾ ചായ കമ്പനിക്ക് വന്ന ആൾ, ഞങ്ങൾ 2 ആളുടെയും കല്യാണം ഒരുമിച്ചായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് 2 ആൾക്കും ഓരോ വയസ്സ് വ്യത്യാസത്തിൽ 2 പൊടിക്കുപ്പികളും കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 2 ആൾക്കും ചായയും മക്കൾക്ക് 2 ആൾക്കും പാലും ചായപ്പൊടി ഇടുന്നതിന് മുന്നേ എനിക്ക് മാറ്റി വെക്കണം. പക്ഷേ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കുമ്പോഴത്തേന് ഞാനത് മറന്നിട്ടുണ്ടായിരുന്നു. ചായപ്പൊടി ഇട്ട് പിന്നെയാണ് ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള പാലിൽ നിന്ന് മുക്കി വെച്ചത്. എൻ്റെ മോനിക്ക് ഞാൻ ചായ, കാപ്പി, ഓർലിക്സ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കൊടുക്കലില്ല. അധികവും പാൽ തന്നെയാണ് കൊടുക്കൽ. ഇനിയിപ്പോൾ ഈ മിഠായികളാണെങ്കിലും ബിസ്ക്കറ്റ് ആണെങ്കിലും ഒരു പരിധി വരെ എന്നെക്കൊണ്ട് കഴിയുന്നതിൻ്റെ മാക്സിമം ഞാൻ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കലുണ്ട്. പക്ഷേ ഫാമിലിയിൽ പലർക്കും ഇത് ഭയങ്കര ഒരു എന്താ പറയുക ദേഷ്യമുള്ളൊരു കാര്യമാണ്. അവരെന്നോട് ഞങ്ങളൊന്നും ഇപ്പോൾ കുട്ടികൾക്ക് കൊടുത്തിരുന്നില്ലേ, കൊടുത്തപ്പോൾ എന്താ പറ്റുക, അങ്ങനെയൊക്കെ ചോദിക്കലുണ്ട്. പല ആൾക്കാരുടെ പാരൻറ്റിങ്ങും പല രീതിയിലാണ്. അത് പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ എൻ്റെ മോനെ ഞാൻ ഈ രീതിയിലാണ് വളർത്താൻ ആഗ്രഹിക്കുന്നത്. അത് എത്ര കാലം ഉണ്ടാവും എന്ന് എനിക്കറിയില്ല, പക്ഷേ പോണ അത്രയും പോട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എൻ്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ടിങ് ആണ്. എൻ്റെ ഉമ്മ ആയാലും സിസ്റ്റേഴ്സ് ആയാലും ഞാൻ കൊടുക്കരുത് എന്ന് പറഞ്ഞ സാധനങ്ങൾ മാക്സിമം ഒരു കൊടുക്കാതിരിക്കാൻ നല്ലോണം ശ്രമിക്കലുണ്ട്. ഞങ്ങൾക്കിന്ന് രാവിലെ കഴിക്കാനായിട്ട് നൂൽപുട്ടും പിന്നെ നല്ല ചിക്കൻ കറിയാണ് ഉള്ളത്. നമ്മളെന്താണോ രാവിലെ കഴിക്കണേ ആ ഫുഡ് തന്നെയാണ് ഒരു വയസ്സിന് ശേഷമൊക്കെ മക്കൾക്കും ഞാൻ കൊടുക്കണത്. സോ എൻ്റെ ഏട്ടത്തിൻ്റെയും മോനുണ്ട്, 2 ആൾക്കും ഞാൻ ഈ ഫുഡ് തന്നെയാണ് കൊടുക്കാൻ പോണേ. എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് നൂൽപുട്ട്. പക്ഷേ ഉണ്ടാക്കാൻ തീരെ വയ്ക്കൂല കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എൻ്റെ ഉമ്മാക്ക് നേരെ തിരിച്ചാൽ നൂൽപുട്ട് ഉണ്ടാക്കാൻ ആൾക്ക് ഭയങ്കര ഈസിയാണ്. എപ്പോഴും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫുഡ് ആദ്യം ആൾ ഉണ്ടാക്കുക നൂൽപുട്ടാണ്. എൻ്റെ അമ്മ മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ, അതേപോലെ ആ പ്രായത്തിൽ ഏകദേശമുള്ള ആൾക്കാരൊക്കെ ഈ ഒരു ഫുഡ് നന്നായിട്ട് ഉണ്ടാക്കും തോന്നുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് നൂൽപുട്ട് എന്നാണ് പറയുക, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എനിക്കറിയില്ല. എന്തായാലും ഈ നൂല് പോലെ നമ്മൾ ആവിയിൽ ചുട്ടെടുക്കുന്ന ഒരു സാധനം. ഇനി ഞങ്ങൾ 2 സിസ്റ്റേഴ്സ് കുറച്ച് കുശലൊക്കെ പറഞ്ഞ് നല്ല അടിപൊളിയായി ബ്രേക്ക്ഫാസ്റ്റ് റാഹത്താക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.